ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2019 നടന്ന സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളിൽ ഒന്നാണ് നിയമനിർമ്മാണ വിഭാഗം. മറ്റ് 2 ഘടകങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് മറ്റ് 2 ഘടകങ്ങൾ? അതെ, കാര്യനിർവഹണ വിഭാഗവും പിന്നെ നീതിന്യായ വിഭാഗവും അല്ലേ. 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണപ്പോൾ? 1 നിയമനിർമ്മാണ വിഭാഗം, 2 കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? മഹാശിലാസ്മാരകങ്ങൾ എഴുതാം. പിന്നെയോ അതേപോലെ പഴന്തമിഴുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ചില തമിഴ് ലിഖിതങ്ങൾ, ഇവയൊക്കെ നമുക്ക് സ്രോതസ്സുകളായിട്ട് എഴുതാവുന്നതാണല്ലേ. ഏതെങ്കിലും 2 പോയിന്റ്സ് കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, then തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്. അതെ, ആദം സ്മിത്ത് ആണല്ലേ. ആൻസർ എന്താണ്? ആദം സ്മിത്ത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തം ഏതാണ്? അതെ, ലസേ ഫെയർ ആണല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മഗധ ഭരിച്ച പ്രധാന ഭരണാധികാരികളും രാജവംശങ്ങളും ഉൾപ്പെട്ട പട്ടിക പൂർത്തീകരിക്കുക. ഭരണാധികാരികൾ: ബിംബിസാരൻ. രാജവംശം? ഹര്യങ്ക രാജവംശം അല്ലേ. ശിശുനാഗൻ ഏതാണ്? അതെ, ശിശുനാഗ രാജവംശം. നെക്സ്റ്റ് എന്താണ്? രാജവംശം നൽകിയിട്ടുണ്ട്. നന്ദ രാജവംശം. ആരാണ് ഭരണാധികാരി? അതെ, മഹാപത്മനന്ദൻ. ഓക്കെ, നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയെ ആക്രമിക്കാൻ മാസിഡോണിയയിലെ ഭരണാധികാരിയായ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഇന്ത്യയെ ആക്രമിക്കാൻ മാസിഡോണിയയിലെ ഭരണാധികാരിയായ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് കൂട്ടുകാരെ? പേർഷ്യൻ സാമ്രാജ്യത്തിലേക്കുള്ള മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക. നെക്സ്റ്റ് പോയിന്റായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുക. പേർഷ്യൻ സാമ്രാജ്യത്തിലെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക, ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുക. ഓക്കെ, മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കു ശേഷം ഇന്ത്യ ഭരിച്ച കുഷാന രാജവംശത്തിലെ ശ്രദ്ധേയനായ ഭരണാധികാരി ആര്? കുഷാന ഭരണകാലത്ത് രൂപപ്പെട്ട ശില്പകല ഏത്? ആദ്യ ചോദ്യം എന്താണ്? മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ ഭരിച്ച കുഷാന രാജവംശത്തിലെ ശ്രദ്ധേയനായ ഭരണാധികാരി ആര്? നമുക്കറിയാമല്ലോ ആരാണ്. അതെ, കനിഷ്കൻ. കുഷാന ഭരണകാലത്ത് രൂപപ്പെട്ട ശില്പകല ഏതാണ്? അതെ, ഗാന്ധാര ശില്പകല. നെക്സ്റ്റ് നോക്കൂ. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം. 7ാമത്തെ ചോദ്യം നോക്കാം. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുക എന്നത് പ്രധാനമന്ത്രിയുടെ ചുമതലകളിൽ ഒന്നാണ്. പ്രധാനമന്ത്രിയുടെ മറ്റു പ്രധാന ചുമതലകൾ ഏതെല്ലാമാണ്? ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് ഏതൊക്കെ എഴുതാം? ഫസ്റ്റ് 1 ആയിട്ട് നമുക്ക് എഴുതാം. ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മീറ്റ് അംഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. 8ാമത്തെ ചോദ്യം നോക്കാം. ഗംഗാ സമതലത്തിലെ കൈമാറ്റ കേന്ദ്രങ്ങൾ നഗരങ്ങളായി വളരാനിടയായ സാഹചര്യം വ്യക്തമാക്കുക. ഇങ്ങനെ എഴുതാം. ആൻസർ നോക്കാം. കച്ചവടത്തിനായി ജനങ്ങൾ നഗരങ്ങളിൽ സ്ഥിരതാമസമാക്കി. നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വാണിജ്യപാതകൾ നിലവിൽ വന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കച്ചവടത്തിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ട സമൂഹം ഉയർന്നു വന്നു. നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കാം. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്ത പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്ത പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ഏതൊക്കെ എഴുതാം? ഒന്നാമതായിട്ട് എഴുതാം. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി. അതുപോലെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നം കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിന് വിറ്റഴിക്കൽ. മൂന്നാമത്തെ കാരണമായിട്ട് എഴുതാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. നെക്സ്റ്റ് എഴുതാം. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇതിലേതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? കാറ്റിലൂടെ, പിന്നെ അഗ്നിപർവ്വതങ്ങളിലൂടെ.
11ാമത്തെ ചോദ്യം നോക്കാം. പ്രാചീന തമിഴകവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ പേരെഴുതുക. എ. രാവിലത്തെ ചന്ത. ഏതാണ്? അതെ, നാളങ്ങാടി അല്ലേ. ദെൻ അന്തിച്ചന്ത. യെസ്, അല്ലലാവണം. ദെൻ സി. സാധനങ്ങൾക്കു പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായം. അതെ, നൊടുത്തൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 12ാമത്തെ ചോദ്യം. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി പട്ടിക ക്രമപ്പെടുത്തുക. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി പട്ടിക ക്രമപ്പെടുത്തുക. എ. ആൽഫ്രഡ് മാർഷൽ. ബിയിൽ ഏതായിരിക്കും? അതെ, സാമ്പത്തിക ശാസ്ത്ര സത്യങ്ങളല്ലേ. ദെൻ കാൾ മാർക്സിൻ്റെ ഏതാണ്? യെസ്, മൂലധനം. ദെൻ മഹാത്മാഗാന്ധി, ഹിന്ദ് സ്വരാജ്. ദെൻ ചാണക്യൻ, യെസ്, അർത്ഥശാസ്ത്രം. 13ാമത്തെ ചോദ്യം. മഹാജനപദങ്ങളിൽ കൂടുതൽ ശക്തമായത് മഗധയായിരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? നമുക്ക് എന്തൊക്കെ എഴുതാം? മഗധയിൽ എന്താണ്? ഇരുമ്പ് നിക്ഷേപം, അതുപോലെ തന്നെ ഇരുമ്പ് ആയുധങ്ങൾ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠിത, നദീഗതാഗതം, ശക്തമായ ഭരണാധികാരികൾ, അതുപോലെ തന്നെ സുശക്തമായ സൈന്യം, യുദ്ധത്തിൽ ആനകൾ ഉപയോഗിച്ച്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ കാരണങ്ങൾ. അപ്പോൾ കൂട്ടുകാർക്ക് ഇവയൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ തിണകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. സാധൂകരിക്കുക. നമുക്ക് ഉത്തരം എഴുതാം. കാടും മലയും നിറഞ്ഞ കുറിഞ്ചിയിലെ ജനങ്ങൾ വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയുമാണ് ജീവിച്ചിരുന്നത്. ചില പാട്ടുകളിൽ അവർ പുനംകൃഷിയിൽ ഏർപ്പെട്ടതിൻ്റെ സൂചനകളുണ്ട്. ഇവിടെ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും കൃഷി ചെയ്തിരുന്നു. പുൽമേടുകളായിരുന്ന മുല്ലയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത് വെഡ്ജി എന്നറിയപ്പെട്ടു. വരണ്ട പ്രദേശമായ പാലൈ നിലത്തുകാരായിരുന്നു കന്നുകാലി കവർച്ചയിൽ പ്രധാനമായും ഏർപ്പെട്ടിരുന്നു. നെല്ല്, കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങളായിരുന്നു മരുതം. അക്കാലത്തെ കർഷകർ ഇരുമ്പ് കൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. തീരദേശമായ നെയ്തൽ നിലത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിലുകൾ മീൻപിടിക്കലും ഉപ്പുണ്ടാക്കലുമായിരുന്നു. പടന്ന അഥവാ ഉപ്പളങ്ങളിൽ കെട്ടി നിർത്തുന്ന കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കിയിരുന്നത്. ഓക്കെ, ദെൻ കൂട്ടുകാരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നെക്സ്റ്റ് നോക്കൂ. 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരും ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം. മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഭരണകൂടം നിയന്ത്രിച്ചിരുന്നത് എപ്രകാരമായിരുന്നു? മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ഭരണകൂടം നിയന്ത്രിച്ചിരുന്നത് എപ്രകാരമായിരുന്നു? ഫസ്റ്റ് പോയിന്റായിട്ട് നമുക്ക് എഴുതാം. കീഴടക്കിയ പ്രദേശങ്ങളിൽ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിൽ കൃഷി ആരംഭിച്ചു. ദെൻ സെക്കൻഡ് പോയിന്റ് എഴുതാം. കാർഷിക പുരോഗതിക്കായി ചക്രവർത്തിമാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. ഇതുപോലെ കൃഷിയുടെയും ഗ്രാമങ്ങളുടെയും വളർച്ച കച്ചവട പുരോഗതിക്ക് കാരണമായി. ലാസ്റ്റ് പോയിന്റ് എഴുതാം. കച്ചവടത്തിൻ്റെ പുരോഗതിക്കായി ചക്രവർത്തിമാർ നിരവധി പാതകൾ നിർമ്മിക്കുകയും പാതയ്ക്ക് ഇരുവശവും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ അത്താണികൾ നിർമ്മിക്കുകയും ചെയ്തു. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബുദ്ധമതം ഇന്ത്യൻ സമൂഹത്തിനും സംസ്കാരത്തിനും നൽകിയ സംഭാവനകൾ വിശദമാക്കുക. ബുദ്ധമതം ഇന്ത്യൻ സമൂഹത്തിനും സംസ്കാരത്തിനും നൽകിയ സംഭാവനകൾ വിശദമാക്കുക. നമുക്ക് ഉത്തരം എഴുതാം. ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകരമായി. ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുഹകൾ, ചൈത്യങ്ങൾ അഥവാ ക്ഷേത്രങ്ങൾ, വിഹാരങ്ങൾ, സന്യാസി മഠങ്ങൾ, സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു. ഇതിന് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ചോദ്യം. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതികൾ ഏതെല്ലാം? ഏതെങ്കിലും രണ്ടെണ്ണം വിശദീകരിക്കുക. ഫസ്റ്റ് നമുക്ക് പ്രസ്താവന രീതിയെക്കുറിച്ച് എഴുതാം. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏതു രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയ തോതല്ലേ? ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നതാണ് പ്രസ്താവന രീതി. ഭൂപടത്തിലെ ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ 5 കിലോമീറ്റർ ആണെന്ന് ഇതിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കും. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നതാണ് ഈ രീതിയുടെ മെച്ചം. അടുത്തത് നമുക്ക് ഭിന്നക രീതിയെക്കുറിച്ചും അതായത് രേഖാരീതിയെക്കുറിച്ചും എഴുതാവുന്നതാണ്. ഇവ മൂന്നും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഭിന്നക രീതി, രേഖാരീതി. അടുത്തായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭിന്നക രീതിയെക്കുറിച്ചാണ്. ദെൻ കൂട്ടുകാർക്ക് രേഖാരീതിയും എഴുതാവുന്നതാണ്. നിങ്ങളോട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭിന്നക രീതിയും രേഖാരീതിയോ അതല്ലെങ്കിൽ പ്രസ്താവന രീതിയും ഭിന്നക രീതിയോ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.